ഇംഗ്ലണ്ടിനെതിരെ ലോർഡ്സിൽ നടക്കാനിരിക്കുന്ന മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യൻ ടീം കോമ്പിനേഷൻ എങ്ങനെയാവണമെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയയുടെ മുൻ ലോകകപ്പ് വിന്നിംഗ് ക്യാപ്റ്റൻ കൂടിയായ മൈക്കിൾ ക്ലാർക്ക്. എഡ്ബാസ്റ്റണിൽ ഒരു വമ്പൻ വിജയം തന്നെയായിരുന്നു ടീം ഇന്ത്യ നേടിയത്. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഇംഗ്ലണ്ടിന് മേൽ സമ്മർദ്ദം സൃഷ്ടിക്കാൻ ടീം ഇന്ത്യക്കായിരുന്നു. ബിയോണ്ട് 23 ക്രിക്കറ്റ് പോഡ്കാസ്റ്റിനോട് സംസാരിക്കുകയായിരുന്നു മൈക്കിൾ ക്ലാർക്ക്. ലോർഡ്സിലെ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിനുള്ള പ്ലേയിങ് 11 തിരഞ്ഞെടുക്കുമ്പോൾ ഇന്ത്യക്ക് ഏറ്റവും അധികം ഒരാളുടെ കാര്യത്തിൽ മാത്രമായിരിക്കും തലവേദനയെന്ന് മൈക്കിൾ ക്ലാർക്ക് ചൂണ്ടിക്കാട്ടി. യുവ സീം ബോളിംഗ് ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിയെക്കുറിച്ചായിരുന്നു ക്ലാർക്കിൻ്റെ പരാമർശം. നിതീഷ് കുമാർ റെഡ്ഡിയെ ഇന്ത്യ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആശ്ചര്യപ്പെടുന്നത്. അവനിൽ തന്നെ അടുത്ത കളിയിലും അവർ ഉറച്ചു നിൽക്കുമോ? ഈ മത്സരത്തിൽ നിതീഷിന് കാര്യമായൊന്നും ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ ഓസ്ട്രേലിയൻ സാഹചര്യങ്ങളിൽ അവന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് അവൻ തെളിയിച്ചു കഴിഞ്ഞതുമാണ്. എന്നിരുന്നാലും ചില നിർണായക റൺസ് നേടാൻ നിതീഷിനെ കൊണ്ട് പറ്റും. ആവശ്യമെങ്കിൽ കുറച്ച് ഓവറുകൾ ചെയ്യാനും നിർണായക വിക്കറ്റുകൾ എടുക്കാനും നിതീഷിനെ കൊണ്ട് സാധിക്കും. എഡ്ബാസ്റ്റൺ ടെസ്റ്റിന് ശേഷം ഇന്ത്യ ആലോചിക്കുന്നത് നിതീഷിനെ കുറിച്ച് മാത്രമായിരിക്കുമെന്നും ക്ലാർക്ക് പറഞ്ഞു. അതേസമയം ലീഡ്സിലെ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ വമ്പൻ ഫ്ലോപ്പായ ഷാർദുൽ താക്കൂറിനെ ഒഴിവാക്കിയാണ് നിതീഷ് കുമാർ റെഡ്ഡിയെ ഇന്ത്യ പ്ലേയിങ് 11-ൽ കളിപ്പിച്ചത്. എന്നാൽ ഷാർദുൽ താക്കൂറിനേക്കാൾ പരിതാപകരമായിരുന്നു നിതീഷിൻ്റെ എഡ്ബാസ്റ്റണിലെ പ്രകടനം. നിതീഷ് കുമാർ എഡ്ബാസ്റ്റണിൽ കളിച്ചെന്ന കാര്യം പോലും പലരും അറിഞ്ഞു കാണില്ലെന്നതാണ് സത്യമെന്നും ക്ലാർക്ക് പറഞ്ഞു. ബാറ്റിങ്ങിൽ 2 ഇന്നിങ്സിലും നിതീഷ് ദുരന്തമായി മാറിയിരുന്നു. ബാറ്റിങ്ങിന് ഏറെ അനുയോജ്യമായ പിച്ചായിരുന്നിട്ടും ഓരോ റൺസ് വീതമാണ് 2 ഇന്നിങ്സുകളിലായി അദ്ദേഹം നേടിയത്. ബൗളിങ്ങിലേക്ക് വന്നാൽ ആദ്യ ഇന്നിങ്സിൽ 6 ഓവറുകൾ നിതീഷിനെ ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗിൽ പരീക്ഷിച്ചിരുന്നു. എന്നാൽ 29 റൺസ് വിട്ടുകൊടുത്ത നിതീഷിന് വിക്കറ്റുകളൊന്നും ലഭിച്ചതുമില്ല. രണ്ടാം ഇന്നിങ്സിലാവട്ടെ 1 ഓവർ പോലും നിതീഷ് ബോൾ ചെയ്തതുമില്ല.